പിന്നെ ഒരു ഇൻഡസ്ട്രിക്ക് ഇതിലുള്ള ആക്ഷേപം അല്ല സത്യത്തിൽ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ എത്ര പോലീസ് സ്റ്റോറി ഇവിടെ ഉണ്ടാക്കുന്നു, പോലീസുകാരെ വിമർശിക്കുന്നു, എന്തൊക്കെ ജീവിതത്തിൽ വന്നു പോയാലും സംഭവിച്ചാലും വീണ്ടും 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 നമ്മുടെ സ്ക്രിപ്റ്റ് ഇങ്ങനെ മുറുക്കെ പിടിച്ചിരുന്ന എന്നല്ലെങ്കിൽ നാളെ അത് സിനിമയാവും. ഒരു 938 ഡയറക്ടേഴ്സ് സംതിങ് ആണ് കഴിഞ്ഞ 10 വർഷത്തിൽ മലയാളത്തിൽ പുതുതായി വന്നത്. അതിൽ 12% പേരാണ് രണ്ടാമതൊരു വർക്ക് ചെയ്തത്. ഞാൻ ഇവനെ കാണാൻ ഇഷ്ടപ്പെടുന്ന റോളാണത്. ഒടുവിൽ ഈ അരയിൽ കിട്ടുന്ന സേഫ്റ്റിയുടെ കയറില്ലാതെ പൊള്ളി ഒരു ചാട്ടമാണ്. ആ ചാട്ടത്തിലാണ് പൊള്ളി ജയിലിൽ നിന്ന് കാണുന്നത്. ഹായ് എവരിവൺ, വെൽക്കം ടു ഇൻഡിവുഡ് ലൈഫ്. ഇന്ന് നമ്മോടൊപ്പം ഡീപ് ഡൈവിലുള്ളത് നാടക പ്രവർത്തകൻ, എഴുത്തുകാരൻ, സംവിധായകൻ PR അരുൺ. അരുൺ, വെൽക്കം ടു ഇൻഡിവുഡ്. താങ്ക് യു. സോ കൺഗ്രാറ്റ്സ് ഓൺ ദ ഗുഡ് റിവ്യൂസ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഫോർ ഫാർമ. അപ്പോൾ ഫാർമ പോലുള്ളൊരു വലിയ വെബ് സീരീസ് വലിയൊരു താരത്തെ വെച്ച് വലിയൊരു പ്ലാറ്റ്ഫോമിൽ റിലീസായി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഹൗ യു ഫീലിംഗ് റൈറ്റ് നൗ? ഐ നോ ഇറ്റ്സ് ബീൻ എ ജേർണി. സോ ആശ്വാസമാണ്. ഒരുപാട് വർഷമായി തുടങ്ങിയ ഒരു ജേണി തീർത്തു എന്നുള്ളൊരു ആശ്വാസമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ വിഷയം മുഖ്യധാരയുടെ ചർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ മിഷൻ. അത് സാധിച്ചിരിക്കുന്നു. ആളുകൾ ചർച്ച ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊരു ഡിബേറ്റ് ഉണ്ടായിരിക്കുന്നു. ഒരുപാട് പേര് അതും പറഞ്ഞ മെസ്സേജുകൾ അയക്കുന്നു. ഇത്തരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഗ്രീഡിന് ഇരയായവരുടെ മെസ്സേജുകളുണ്ട്. ഈ ഫാർമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്രിഷ്യേറ്റ് ചെയ്തുള്ള ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ മെസ്സേജസ് ഉണ്ട്, കോൾസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഇത് എടുക്കപ്പെട്ടു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആ വിഷയത്തിലോട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന് അതിഭയങ്കരമായൊരു കൺവിക്ഷൻ വേണം. അതായത് ഒരു ഉറപ്പുണ്ടായിരിക്കണം ഇങ്ങനെയാണ്. ആൻഡ് ഐ തിങ്ക് യു ഹാവ് സം പേഴ്സണൽ എക്സ്പീരിയൻസ് ഓൾസോ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊതുമധ്യത്തിലേക്ക് ഇത്ര സീരിയസ് ആയൊരു വിഷയം എടുത്തിടുമ്പോൾ വാട്ട് ഈസ് യുവർ പ്രോസസ്സ്? ഈ ഒരു കാരണം എഴുത്തിനൊരു സമയം എടുത്തിട്ടുണ്ടാവും, ഈ ഷൂട്ട് കാര്യങ്ങളൊക്കെ വേറൊരു പ്രോസസ്സാണെന്നറിയാം. ഇത് ഇത്ര കൺവിൻസിങ് ആയി ഒരു പക്ഷേ ഒരു ഇൻഡസ്ട്രിക്ക് എതിരെ എന്നുള്ള ഒരു ആക്ഷേപം വന്നേക്കാം ചിലപ്പോൾ. അതൊഴിവാക്കാനും എന്നാൽ ഇതിൽ കാതലായ വിഷയം ചർച്ച ചെയ്യുമെന്ന് ഉറപ്പുവരുത്താനും ഉണ്ടായിരുന്ന അവരുടെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഒന്ന്, ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വളരെ എത്തിക്കലായ വളരെ സ്ട്രോങ് ആയ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്. എൻ്റെ ഒരുപാട് അതിഗംഭീരമായ കമ്പനികൾ, ഒരുപാട് വളരെ നല്ല സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഫീൽഡിലുണ്ട്. പക്ഷേ ഈ ഫീൽഡിൽ അപകടകരമായ പുഴുക്കുത്തുകളുമുണ്ട്. അത് ഈ ഫീൽഡിലുള്ളവർ തന്നെ സമ്മതിക്കും. അപ്പോൾ ഇത് ഒരു പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യേണ്ടതാണെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ഞാനൊരു നാടക പ്രവർത്തകനാണ്. നമുക്ക് രണ്ട് രീതിയിൽ ആർട്ടിനെ സമീപിക്കാം. ഒന്ന്, വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമൂഹത്തിന് ഒരു ആശ്വാസം കൊടുത്തുകൊണ്ട് അവരെ കംഫർട്ടബിൾ ആക്കാം. അല്ലെങ്കിൽ വളരെ കംഫർട്ടബിളായ സമൂഹത്തിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യാം. രണ്ട് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തൊരു പാത എന്ന് പറയുന്നത് കംഫർട്ടബിളായ സൊസൈറ്റി ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ നാടകങ്ങളും അങ്ങനെയാണ്, ഞാൻ മുമ്പ് ചെയ്ത സിനിമയും അങ്ങനെയാണ്. അപ്പോൾ ആ പാത്തിൽ തന്നെയാണ് ഫാർമയെ ഞാൻ കാണുന്നത്. അതിലുള്ളൊരു കൺവിക്ഷൻ, അതായത് പറയേണ്ട വിഷയമാണ്, എന്ത് സംഭവിച്ചാലും ഈ വിഷയം പറയണം എന്നുള്ള എൻ്റെ ഉറപ്പാണ് സത്യത്തിൽ ഇത്രയും കാലം കാത്തിരിക്കാനുള്ള ഊർജ്ജം, ഇത്രയും വർഷം പണിയെടുക്കാനുള്ള ഊർജ്ജം അതായിരുന്നു. പിന്നെ ഒരു ഇൻഡസ്ട്രിക്ക് ഇതിലുള്ള ആക്ഷേപം അല്ല സത്യത്തിൽ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ എത്ര പോലീസ് സ്റ്റോറി ഇവിടെ ഉണ്ടാക്കുന്നു, പോലീസുകാരെ വിമർശിക്കുന്നു. അതൊരിക്കലും പോലീസ് ഫോഴ്സിനെതിരെ അല്ലല്ലോ. നമ്മുടെ രാഷ്ട്രീയക്കാർ, ഈ നാടിൻ്റെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി മുതൽ ഈ നാട്ടിലെ വാർഡ് മെമ്പർ വരെ നമ്മൾ കളിയാക്കുന്നു. ഇവിടുത്തെ പുരോഹിതരെ, ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ, നമ്മൾ കളിയാക്കാറുണ്ട്. അതൊന്നും അതിനെതിരെ അല്ലല്ലോ. പിന്നെ ഇതിനകത്തൊരു സെയിൽസുകാരെ പറയുമ്പോൾ എന്തിനാണ് ഒരു ഇൻഡസ്ട്രിയെ പറഞ്ഞതായിട്ട് തോന്നുന്നത്? അല്ല, ഒരിക്കലുമല്ല. ഇവിടെ ഭൂരിഭാഗവും 90% സത്യസന്ധരായി പണിയെടുക്കുന്നവരുണ്ട് എന്നാണ് ഇതിൻ്റെ അകത്തൊരു സെയിൽസ് കഥാപാത്രം ഡേവിസ് ഏട്ടൻ പറയുന്നത്. ബാക്കി ഒരു ചെറിയ ശതമാനത്തെ വിമർശിക്കുന്നുള്ളൂ. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ അരുൺ പറഞ്ഞ പോലെ, അരുൺ മുമ്പ് പണ്ട് ഡയറക്ടോറിയൽ വെഞ്ചേഴ്സായ രണ്ടെണ്ണം, ഒന്ന് ഫൈനൽസും ഒന്ന് ഫാർമ. ഇതിനകത്ത് എനിക്കൊരു ദാവീദ് ആൻഡ് ഗോലിയാത്ത് പ്ലേ ഉണ്ട് ഇത് രണ്ടിനും. അത് ഇങ്ങനെയുള്ള കഥകൾ പറയണമെന്നുള്ള മനഃപൂർവ്വം എടുത്തുള്ള തീരുമാനമാണോ അതോ അത് വന്നു ചേരുന്നതാണോ? അല്ല, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരുപാട് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇനി സിനിമയാവാൻ പോകുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് സന്ദർഭവശാൽ ഇത് രണ്ടുമാണ് പുറത്തിറങ്ങിയത് എന്നുള്ളതാണ്. ഞാനൊരു ഇൻഡിപെൻഡൻസ് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, രംബുന്തന വരുതി എന്നാണ് അതിൻ്റെ പേര്. തിരുവനന്തപുരം തിരിച്ചിട്ടതാണ്. അതൊരു പ്രണയകഥയാണ്. പക്ഷെ അത് വളരെ മുമ്പ്, അതിൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് ഇറങ്ങേണ്ടതായിരുന്നു. അപ്പോൾ മറ്റനവധി കഥകൾ ഉണ്ട്. പക്ഷെ സന്ദർഭവശാൽ ഇത് രണ്ടുമാണ് ആദ്യം പുറത്തിറങ്ങിയത് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് സാധാരണക്കാരൻ്റെ പോരാട്ടം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ സത്യത്തിൽ ഏറ്റവും വലിയ സൂപ്പർ ഹീറോസിനെ കണ്ടിട്ടുള്ളത് സാധാരണക്കാരിലാണ്. വളരെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് അഴിമതികളോട് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളവർ, എന്തിന് വീട്ടിനകത്തിരുന്ന് ജോലിയെടുത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നവർ, അങ്ങനെ ഒരുപാട് യെസ്സും നോയും പറഞ്ഞ് വിപ്ലവം സൃഷ്ടിക്കുന്ന സാധാരണക്കാരാണ് ഏറ്റവും വലിയ സൂപ്പർ ഹീറോസ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസവും ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആയിരിക്കണം
ഈ കഥകളിലേക്ക് എന്നെ എത്തിക്കുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മളീ പറഞ്ഞ സാധാരണക്കാരൻ്റെ ഒരു പോരാട്ടം എന്ന് പറയുന്നത്, ഒരു സർവ്വസാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അരുൺ വരുന്നു. നാടകം, സിനിമ, കലാപ്രവർത്തനം. അരുണിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ജേണി എങ്ങനെയാണ്? എനിക്ക് റേഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. വളരെ സജീവമായിട്ടുള്ള നാടക പ്രവർത്തനമാണെന്നുള്ളത് അറിയാം. അതിനിടയ്ക്ക് സിനിമ, ഇപ്പോൾ ഒരു വലിയ വെബ് സീരീസ്. സോ ലുക്കിംഗ് ബാക്ക്, പ്രോബബ്ലി ഒരു കഴിഞ്ഞൊരു 20 വർഷത്തിന് മുകളിലായിട്ടുള്ള യാത്ര എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ? ഇതിനിടയ്ക്ക് ഫാർമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം ജേണി ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന ഒരു നിമിഷമൊക്കെ ഉണ്ടല്ലോ. വാട്ട് വാസ് യുവർ ജേണി? എൻ്റെ ജേണി ഒരുപാട് നാടകം, സിനിമയൊക്കെ സ്വപ്നം കണ്ട് നടന്നിരുന്നു. പിന്നെ അത് നടക്കില്ല എന്നൊരു തോന്നൽ വന്നു, ഒരു വിശ്വാസക്കുറവ് വന്നു. ഇനി നമുക്ക് ജോലിയൊക്കെ ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. ജോലി ചെയ്തു, പല കോഴ്സുകൾ ഞാൻ പഠിച്ചു. ഓരോ സ്ഥലത്തും ജോലി ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇതായിരിക്കും എൻ്റെ കരിയർ എന്ന്. അങ്ങനെ ഞാൻ ഫാർമയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ MBA എടുത്തു. കാരണം വിചാരിച്ചു ഇനി മാർക്കറ്റിങ്ങിലായിരിക്കും എൻ്റെ ഫീൽഡെന്ന്. ഞാൻ ഇൻഷുറൻസിലും ബാങ്കിങ്ങിലും വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മീഡിയയിലേക്ക് മാറി, റേഡിയോയിലേക്ക് മാറി. അപ്പോൾ തോന്നി ഇനി ഇതായിരിക്കും ഫീൽഡെന്ന് പറഞ്ഞ് ഞാൻ MA മാസ് കമ്മ്യൂണിക്കേഷൻ എടുത്തു. അത് കഴിഞ്ഞൊരു ഘട്ടത്തിൽ ഞാൻ കോഴിക്കോട് റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഇനി ഞാനൊരു റിസ്ക് എടുത്തില്ലെങ്കിൽ ലൈഫ് ലോങ് ഞാൻ ഈ ജോലിയിൽ തുടരും, സ്റ്റക്കായി പോകുന്നു. അന്ന് ഞാനും എൻ്റെ പാർട്ട്ണർ മുത്തും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജോലിയൊക്കെ രാജിവെച്ച് നേരെ കൊച്ചിയിലേക്ക് വണ്ടി കയറിയായിരുന്നു കോഴിക്കോട് നിന്ന്. എന്നിട്ട് ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിൽ MA തിയേറ്ററിന് ജോയിൻ ചെയ്തു. മിഡ് കരിയർ, മിഡ് ലൈഫ് ഫുൾ ടൈം കോഴ്സിന്. അന്നൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ എന്നെക്കാളും 15 വയസ്സ് താഴെയുള്ളവരാണ്. അങ്ങനെ നാടകം പഠിക്കുന്നു, മുഴുവൻ സമയം നാടക പ്രവർത്തകനാകുന്നു. അതിൻ്റെ ഒരു വൻ റിസ്ക് എടുത്തിട്ടാണ് ഞാനും മുത്തു സത്യത്തിൽ മിഡ് കരിയറിൽ ഒരു ജമ്പ് നടത്തുന്നത്. ആ ജമ്പ് നടത്താൻ ധൈര്യം വന്നത് എൻ്റെ ഒരു കുടുംബ സാഹചര്യം തന്നെയാണ്. ആ അർത്ഥത്തിൽ ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. കാരണം ഇത് ചെയ്തപ്പോൾ എന്തിനാ എന്ന് ചോദിക്കുന്ന ഒരു വീട്ടുകാരല്ല എനിക്കുള്ളത്. എൻ്റെ അച്ഛനൊരു ഭയങ്കര കലാസ്നേഹിയാണ്, അമ്മയും ഭയങ്കര എഴുത്തുകാരിയും, എഴുതുന്ന ആളും ലോക സിനിമ കാണുന്ന ആളുമാണ്. അപ്പോൾ ഇവരുടെ പ്രോത്സാഹനം എനിക്കുണ്ടായിരുന്നു. എൻ്റെ പാർട്ട്ണർ ഒരു നാടക പ്രവർത്തകയാണ്, സിനിമാ പ്രവർത്തകയാണ്. ഒപ്പം എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് എന്താ വെച്ചാൽ പഠിക്കുന്നുണ്ടെങ്കിൽ എന്തിനും ഓക്കെ പറയും. അപ്പോൾ പഠിക്കാൻ എനിക്കിഷ്ടമായിരുന്നു, മുത്തിനും ഇഷ്ടമായിരുന്നു. അപ്പോൾ പഠനം എപ്പോഴും കൊണ്ട് നടക്കാറുണ്ട്. അങ്ങനെ ഒരു മിഡ് കരിയർ ബ്രേക്ക് എടുക്കുന്നു. അതാണ് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. അവിടെ നിന്ന് എൻ്റെ ഒരു കുഞ്ഞു നാടക സംഘമുണ്ട്, 5th Estate പ്രൊഡക്ഷൻസ് എന്നാണ് പേര്. ഞങ്ങളുടെ 5th Estateൻ്റെ കൂടെ നാടകങ്ങൾ ചെയ്യുന്നു, സിനിമ ചെയ്യുന്നു. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണെങ്കിലും നിലനിൽക്കും. ഈ കഷ്ടപ്പാടിനെ പറ്റി പറയുമ്പോഴപ്പോൾ ഞാൻ സ്വയംവിമർശനമാവാൻ ഞാനടക്കമുള്ള ഈ സിനിമ അല്ലെങ്കിൽ എഴുത്ത് സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് പലപ്പോഴും ആ ഒരു തീരുമാനം എടുക്കാനുള്ളൊരു ഷ്യൂരിറ്റി പലപ്പോഴും കിട്ടാറില്ല. അതിപ്പോൾ അരുൺ പറഞ്ഞ പോലെ, അരുൺ യു ബ്ലെസ്ഡ് വിത്ത് ഓൾ ഫാമിലി സറൗണ്ടിങ്സ് ആൻഡ് എവറിത്തിങ്. പക്ഷെ എന്നിരുന്നാലും സർവൈവൽ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പരിപാടിയാണ്. മിഡ് കരിയർ, അതായത് സാമാന്യം എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് റേഡിയോസിൽ വന്ന് വളരെ കരിയർ പീക്കിൽ നിന്നൊരു സമയത്തായിരിക്കണം ചിലപ്പോൾ അരുൺ വിട്ട് പഠിക്കാനായിട്ട് 2 വർഷം നാടകത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഇത് വളരെ സർവ്വസാധാരണക്കാരൻ്റെ ഒരു ചോദ്യമാണ്. ഈ സർവൈവൽ, അതായത് വരുമാനം ഉണ്ടാകുമോ, എന്തായിരിക്കും ഭാവി എന്നുള്ളൊരു ചിന്ത, കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് ആ തീരുമാനം എടുക്കാനുള്ള ധൈര്യം ഈ കുടുംബ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, അത് ഇതിനോട് എനിക്കിത് ചെയ്യണമെന്നുള്ളൊരു കൺവിക്ഷൻ 100% അരുണ് അത് രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. അതുണ്ടാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പാട്. സർവൈവ് ചെയ്യാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ കയറാൻ പോലും അല്ല, സത്യത്തിൽ കയറി കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയ സ്ട്രഗിൾ. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ വലിയ സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിച്ച ചില സംവിധായകർ പോലും അവരുടെ 2ാമത്തെ സിനിമയ്ക്ക് വർഷങ്ങൾ എടുക്കാറുണ്ട്, 4-5 വർഷം. നമ്മൾ അന്വേഷിക്കില്ല സംവിധായകൻ ഈ 5 വർഷം എവിടെയായിരുന്നു, ഈ 5 വർഷം ഓരോ മാസം 1-ാം തീയതി എങ്ങനെ വാടക കൊടുത്തു, എങ്ങനെ EMI അടച്ചു എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല. വലിയ സ്ട്രഗിൾ തന്നെയാണ്. അതിൻ്റെ കാരണം നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആരെയാണ്, നമ്മുടെ സൊസൈറ്റിയിൽ എന്നുള്ളതാണ്. സ്ട്രഗിൾ ഇസ് റിയലി റിയൽ. ചില്ലറ പാടൊന്നുമല്ല. പലപ്പോഴും നമുക്ക് തോന്നും മാസം ശമ്പളം വാങ്ങിച്ചങ്ങ് ജീവിക്കാമായിരുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ കഥകൾ പിന്നെ ആര് പറയും? ഞാനിപ്പോൾ ഫൈനൽസ് എന്ന സിനിമയുടെ കഥ ഞാനൊരു 38 സംവിധായകരെ പോയി കണ്ടു പറഞ്ഞിട്ടുണ്ട്. 38 പേരും എന്നോട് പറഞ്ഞത് ഒരിക്കലും ഇത് സിനിമയാവില്ല, സിനിമയാക്കാൻ പറ്റിയൊരു കഥയല്ല എന്നുള്ളതാണ്. അത് എൻ്റെ നാട്ടിൽ വെച്ച് നടന്നൊരു ഇൻസിഡൻ്റാണ്. ആ സൈക്ലിസ്റ്റ് മരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ എനിക്കൊരു വാശിയായിരുന്നു എങ്ങനെയെങ്കിലും ഇത് സിനിമയാക്കണം എന്ന്. അവസാനം ഞാൻ തിരിച്ചറിഞ്ഞു ഞാനേ ഉള്ളൂ ഇത് സിനിമയാക്കാനെന്ന്. അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ തിരക്കഥാകൃത്തുനിന്ന് സംവിധായകനാവുന്നത്. പിന്നെ നമ്പേഴ്സ് അത്ര ഫേവറിംഗ് ഒന്നും അല്ല. ഒരു 938 ഡയറക്ടേഴ്സ് സംതിങ് ആണ് കഴിഞ്ഞ 10 വർഷത്തിൽ മലയാളത്തിൽ പുതുതായി വന്നത്. അതിൽ 12% പേരാണ് 2ാമതൊരു വർക്ക് ചെയ്തത്. ബാക്കി 88% പേര് സ്ട്രഗിളിൽ തന്നെയാണ്. അപ്പോൾ സ്ട്രഗിൾ ഇസ് റിയൽ, ഇതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്, പഠിപ്പിക്കാൻ പോകാറുണ്ട്. അങ്ങനെ നമ്മളൊരു സമാന്തര വരുമാനമൊക്കെ കണ്ടെത്തി പ്രാക്ടിക്കലി അതിനെ സമീപിച്ചില്ലെങ്കിൽ വലിയ പാടാ.
പിന്നെ ഇതൊരു പ്രയോറിറ്റി ആണെന്ന് ജീവിതത്തിൽ അങ്ങ് ഒരു ബോധം വന്നു, ചെയ്തേ പറ്റൂ എന്നുള്ളത്. മനസ്സിലായി. നമ്മുടെ ഡാർക്ക് നൈറ്റ് ട്രയോളജിയിലെ തേർഡ് പാർട്ടിനകത്ത് ആ വെല്ലിൻ്റെ താഴെയുള്ള ജയിലിൽ ബാറ്റ്മാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ചാടാൻ വേണ്ടി ശ്രമിച്ചിട്ട് ജയിലിൽ ചാടാൻ ആർക്കും പറ്റാറില്ല. ഒടുവിൽ ഈ അരയിൽ കിട്ടുന്ന സേഫ്റ്റിയുടെ കയറില്ലാതെ പുള്ളി ഒരു ചാട്ടം, ആ ചാട്ടത്തിലാണ് പുള്ളി ജയിലിൽ നിന്ന് കാടുന്നത്. വേറൊരു നിവൃത്തിയില്ലായിരുന്നു എനിക്ക്. ഇത് ത്രൂ ആയില്ലെങ്കിൽ ഞാൻ സർവൈവ് ചെയ്യപ്പെടില്ല എന്നുള്ള ഉറപ്പിൽ ചാടിയൊരു ചാട്ടമാണ്. പക്ഷേ ആ ചാട്ടമൊക്കെ ആക്ച്വലി ഞങ്ങൾക്ക് സമ്മാനിക്കുന്ന നല്ല കണ്ടന്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗോയിങ് ബാക്ക് ടു തിയേറ്റർ, ഈ ഇപ്പം ഞാൻ ദിലീഷ് ചേട്ടൻ്റെ ഇൻ്റർവ്യൂസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും EMA കാലടി സർവകലാശാല അവിടെ നിന്ന് ജീവിതം മാറുന്ന ഒരേ യൂണിവേഴ്സിറ്റിയാണ്. ആ ഒരേ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഞാൻ ആ ചോദിക്കുന്ന നാടകം എന്ന് പറയുന്നത് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് അവിടെയുള്ള ഒരു പ്രോസസ്സേ വേറെയാണ്, സിനിമയോ കാര്യങ്ങളോ പോലെയല്ല. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് അരുണിൻ്റെ ജീവിതത്തിൽ? അടിമുടി. ഞാൻ എൻ്റെ 12th പഠിച്ചത് ട്രിവാൻഡ്രത്താണ്. അന്ന് ട്രിവാൻഡ്രത്ത് എല്ലാവരും എൻട്രൻസ് എന്നുള്ളതാണ് ലോകത്തിൽ അൾട്ടിമേറ്റ്. എൻട്രൻസ് എഴുതാത്തവൻ സമൂഹത്തിൽ നിന്ന് തന്നെ ഇതാക്കപ്പെടും. അന്ന് എൻട്രൻസ് പരീക്ഷയുടെ തലേന്നാണ് അവിടെ അവനവൻ കടമ്പ എന്നുള്ള കാവാലത്തിൻ്റെ നാടകമായിരുന്നു. ആ നാടകം കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു പോകണം, അവനവൻ കടമ്പ കാണണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ സൈക്കിളെടുത്ത് ട്രിവാൻഡ്രത്ത് അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിൽ നാടകം കാണാൻ പോയപ്പോൾ പെരുമഴ. നാടകം നീട്ടി. നാടകം തുടങ്ങാൻ മിനിമം ഒരു 3 മണിക്കൂറൂടെ കഴിയും. അപ്പോഴേക്കും അർദ്ധരാത്രിയാവും നാടകം തീരാൻ. ഞാൻ തിരിച്ചു വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നാടകം കാണണമെന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, എടാ കാവാലത്തിൻ്റെ നാടകമാണ്, ഇത് കണ്ടിട്ടുള്ള എൻട്രൻസ് ഒക്കെ മതി. അങ്ങനെ ഞാൻ രാത്രി പോയി അർദ്ധരാത്രിയാണ് അവനവൻ കടമ്പ കാണുന്നത്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. ഞാൻ നാടകം പഠിക്കുന്ന അന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കൊണ്ടും 18കാരനായി എനിക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരാൻ പറ്റിയില്ല. പക്ഷേ 36കാരനായി എനിക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരാൻ പറ്റി. ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിൽ നാടകത്തിന് ചേർന്നു. അന്ന് ആദ്യത്തെ ക്ലാസ്സിൽ രമേശ് വർമ്മ സാറും ദിലീഷിൻ്റെ ഒക്കെ അധ്യാപകനാണ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് ക്ലാസ്സിൽ വന്നിട്ട്, നാടകം എങ്ങനെ ചെയ്യണമെന്ന് ആർക്കും പഠിപ്പിക്കാനൊന്നും പറ്റില്ല, അത് അവനവൻ കണ്ടെത്തി പഠിക്കണം. പക്ഷെ നമുക്ക് ആദ്യം വേണ്ട ഉത്തരം, നാടകം എന്തിനു ചെയ്യുന്നു എന്നതിന് നിനക്കൊരു ഉത്തരം വേണോ? സത്യം പറഞ്ഞാൽ ആ ക്ലാസ്സിലിരുന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പക്ഷേ ഇതെന്തോ ഈ പറയുന്നത്, നാടകം എങ്ങനെ ചെയ്യണമെന്ന് പിന്നെ തന്നെ നമ്മളിവിടെ വന്നതെന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ എൻ്റെ ആർട്ട് ലൈഫിലുടനീളം ഒരു മാർഗ ദീപമായിട്ട് ആ ചോദ്യമുണ്ട്, എന്തിന് ഈ കഥ പറയുന്നു. അപ്പോൾ നാടകം ചെയ്യുമ്പോൾ ഞാൻ എന്നോട് ചോദ്യം ചോദിക്കാറുണ്ട്, സിനിമ ചെയ്യുമ്പോൾ എന്നോട് ആ ചോദ്യം ചോദിക്കാറുണ്ട്, എന്തിന് ഞാനിത് ചെയ്യുന്നു, എന്തിന് ഞാൻ ഫാർമ ചെയ്യുന്നു, എന്തിന് ഫൈനൽസ് ചെയ്യുന്നു. ആ ഉത്തരം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇടയിൽ നമ്മൾ തളർന്ന് വീഴുമ്പോൾ ഈ ഉത്തരവാണ് നമ്മുടെ എനർജി. അപ്പോൾ പിന്നെ ഒന്ന് ആക്ടേഴ്സിന് വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂവിന് സെറ്റ് ചെയ്യുന്നു, നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സമയം വേണമെന്ന് അറിയാം, ലൈറ്റ് സെറ്റ് ചെയ്യാൻ നമുക്ക് സമയമുണ്ട്, മേക്കപ്പിന് സമയമുണ്ട്. പക്ഷെ അഭിനയിക്കാൻ ഒരു ആർട്ടിസ്റ്റ് സമയമെടുത്താൽ നമുക്ക് ആകെ ഒരു ഇറിറ്റേഷനാണ് സെറ്റിൽ. സത്യം പറഞ്ഞാൽ ആർട്ടിസ്റ്റിന് അഭിനയിക്കാൻ അതൊക്കെ ചെയ്യുന്നത്. ആർട്ടിസ്റ്റ് ഒന്ന് 2 ആഴ്ച ഫസ്റ്റ് ടേക്ക് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കും. അയാൾ 10 ടേക്ക് എടുത്താലും ആർട്ടിസ്റ്റ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യിക്കുക എന്നുള്ള കാര്യത്തിൽ തിയേറ്റർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടും ട്രെയിൻ ചെയ്തിട്ടുമുണ്ട്. സോ ഐ ഗിവ് ടൈം ടു മൈ ആർട്ടിസ്റ്റ്, ഡയലോഗ് പഠിക്കാനും ക്യാരക്ടറിലേക്കും. ആർട്ടിസ്റ്റുകൾ എൻ്റെ കൂടെ വരുമ്പോൾ എൻ്റെ ഫിലിമിലായിരിക്കണം അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് വേണ്ടതെന്നുള്ള എന്ന് ആഗ്രഹിക്കാറുണ്ട്. അതിനുവേണ്ടി ഞാൻ മാക്സിമം എഫേർട്ട് ഇടാറുമുണ്ട്. നാടകം അടിമുടി എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലൈറ്റാണ്. ആൻഡ് ഇറ്റ് വാസ് ഇൻഫ്ലുവൻസ് മീ എ ലോട്ട്. ലവ്ലി. ഇപ്പോൾ നാടക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു 5th എസ്റ്റേറ്റ് പ്രൊഡക്ഷൻസിനെ പറ്റി പറഞ്ഞു. എന്താണ് അവിടെ, എത്ര എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഹാൻഡ് ഓഫ് ഗോഡ് എന്നുള്ളൊരു പ്ലേ ആണ്. അതൊരു ഇൻ്ററാക്റ്റീവ് പ്ലേ ആണ്. നാടകം കാണാൻ വന്ന ഓഡിയൻസ് ആണ് നാടകത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പിന്നെ നാടകം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഓരോ തവണയും അത് ഓരോ നാടകമായി മാറും. ചില സമയം ആ നാടകം ഭയങ്കര ഹ്യൂമറസ് ആയി തിരിഞ്ഞിട്ടുണ്ട്, ചില സമയം ആ നാടകം വളരെ ട്രാജിക് കോമഡി ആയി തിരിഞ്ഞിട്ടുണ്ട്, ചില സമയം ട്രാജഡി ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ നാടകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അവിടെ വന്നിരിക്കുന്ന കാണികൾ തീരുമാനിക്കുന്ന ഒരു ഇൻ്ററാക്റ്റീവ് പ്ലേ ആണ്. ഇപ്പോൾ ജിയോ ബേബി, അനഘ, ശരണ്യ, സിദ്ധാർത്ഥ്, ഞങ്ങളുടെ ഒരു നാടക സംഘമുണ്ട്. ചലച്ചിത്ര പ്രവർത്തകരുമുണ്ട്, നാടക പ്രവർത്തകരുമുണ്ട്. കിഷോർ, ജോഷി, ഷജറ, ഉണ്ണി, ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ നാടക സംഘത്തിൽ. അപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് നാടകം ചെയ്യുന്നുണ്ട്. ഈ ഡിസംബറിൽ എറണാകുളത്ത് സ്റ്റേ ചെയ്തിരുന്നു. നവംബറിൽ ഞങ്ങൾ ജനുവരിയിൽ വീണ്ടും എറണാകുളത്തും ബാംഗ്ലൂരും കോഴിക്കോടും കാസർഗോഡും ഒക്കെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ, നിവിൻ പോളി പോലൊരു വലിയ ഒരു സ്റ്റാർ, ഞാൻ നിവിൻ്റെ പുറത്ത്, നിവിൻ ഹാസ് been having a very small rough patch in his career. He has had a glorious career. I'm sure it will shine again.
പക്ഷേ ഇടയ്ക്ക് ഒരു റഫ് പാച്ച് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു റഫ് പാച്ചിൽ നിൽക്കുന്ന സമയത്ത് ഫാർമ പോലെ ഉള്ള ഹോട്ട്സ്റ്റാറിന് വേണ്ടി നിർമ്മിക്കുന്ന ഒരു സാധനത്തിൽ ഇരിക്കുന്ന സംവിധായകന് അല്ലെങ്കിൽ അതിൻ്റെ എഴുത്തുകാരന് എത്രത്തോളം പ്രഷറുണ്ട്? എനിക്ക് പ്രഷറേ ഇല്ലായിരുന്നു. നിവിനെ പോയി കണ്ട് നിവിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ നിവിൻ ഇതിനെ മാച്ചാണെന്ന് എനിക്ക് 100% കൺവിൻസ്ഡ്. കാരണം ഞാൻ നിവിനെ കാണാൻ ഇഷ്ടപ്പെടുന്ന റോളാണത്. മനസ്സിലായി. എനിക്കറിയാം നിവിനെ ബോയ് നെക്സ്റ്റ് ഡോർ ആയിട്ട് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന്. നിവിൻ്റെ ഒരു തമാശയും നിവിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇതിൻ്റെ 2 ഫേസ് ഓഫ് നിവിനാണ്, 2 ഘട്ടമാണ്. ഒന്ന് വളരെ നെയ്വായ ഇന്നസെൻ്റായ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരാളും പിന്നീട് കുറച്ച് മെച്ചുവേർഡായ ഗൗരവത്തുള്ള ഒരാളും. ഇത് രണ്ടും ചെയ്യാൻ പറ്റിയ ആളാണ് നിവിൻ എന്നുള്ളൊരു ഉറപ്പ് നിവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ എനിക്കും എൻ്റെ പ്രൊഡ്യൂസർ കൃഷ്ണൻ സേതുകുമാർ, കൃഷ്ണേട്ടൻ വഴിയാണ് നിവിനിലേക്ക് എത്തുന്നത്, ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ നിവിൻ ഇത് കേട്ടപ്പോൾ നിവിൻ വളരെ അപ്ഡേറ്റഡ് ആണ് എല്ലാ വെബ് സീരീസുകളെ കുറിച്ച് പറയാൻ. നിവിന് മനസ്സിലായി വൈ ലോങ് ഫോർമാറ്റ്, ഇതൊരു യൂണിവേഴ്സ് ഓപ്പണിംഗ് ആണ് എന്നുള്ളതൊക്കെ. അപ്പം തന്നെ നിവിൻ സ്ക്രിപ്റ്റ് വായിച്ച് നിവിൻ്റെ സജഷൻസ് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളിത് ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പം നിവിൻ ഇതിന് മാച്ചിങ് ആണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. നിവിൻ്റെ അഭിനയം കണ്ടപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു നിവിൻ്റെ ഏറ്റവും അഭിനന്ദിക്കപ്പെടാൻ പോകുന്നത് ഇതിൽ നിവിൻ്റെ പെർഫോമൻസ് ആയിരിക്കും. നിവിൻ അതിഗംഭീരമായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല വളരെ അനായാസമായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറാണ്. നമ്മളെയൊക്കെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആക്കി, തമാശ പറഞ്ഞ് മൂഡൊന്ന് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആക്കി, എന്നാൽ വളരെ ഇമോഷണൽ സീൻസ് വളരെ സ്മൂത്തായിട്ട് പോയി അഭിനയിക്കുന്ന ഒരാളാണ് നിവിൻ. നിവിൻ ഈ ഫാർമ എന്നുള്ള വിഷയത്തിന് തന്ന റീച്ചും ചെറുതല്ല. അപ്പോൾ മലയാളത്തിൽ ഇത് ഹോട്ട്സ്റ്റാറിൽ ഏറ്റവും വ്യൂ ഉള്ളതായി നിൽക്കുമ്പോൾ തന്നെ ടോപ്പ് 10ലേക്ക് ഹിന്ദിയിൽ കയറിയിട്ടുണ്ട്, ടോപ്പ് 4 തെലുങ്കിൽ കയറിയിട്ടുണ്ട്, തമിഴിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യയുടെ പല ലാംഗ്വേജിലേക്ക് ഇത് ടോപ്പ് 5ലേക്കും ടോപ്പ് 10ലേക്കും കയറാനുള്ള ഒരു കാരണം നിവിൻ എന്ന ഒരു താരത്തിൻ്റെ സാന്നിധ്യം കൂടിയാണ്. സിനിമകൾ, സാധാരണക്കാരുടെ കഥകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിത് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വി ജസ്റ്റ് ലോസ്റ്റ് ശ്രീനിവാസൻ സർ. അയ്യോ. ആൻഡ് നമുക്ക് ഓരോ മലയാളിക്കും പുള്ളിയുടെ ഒരു സംഭാഷണമോ ഒരു സാധനമോ പുള്ളി എഴുതി എന്തെങ്കിലും തൊടാതെ മലയാളിക്ക് ഒരു ദിവസം കടന്നു പോകില്ല. സോ ഹു വാസ് ശ്രീനിവാസൻ ടു യു? ഗോഡ് ഈസ് എ ജീനിയസ്. നമ്മൾ മലയാളി പുരുഷനെ ഇങ്ങനെ കളിയാക്കിയ ഒരു റൈറ്റർ വേറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിന്താവിഷ്ടയ ശ്യാമളയും വടക്ക് നോക്കി യന്ത്രം എടുത്താൽ സത്യത്തിലൊരു മലയാളി ആണിനെ കീറി ഒട്ടിച്ചിട്ടുണ്ട്. അതെ, നമ്മളിപ്പോൾ ജെൻഡർ പൊളിറ്റിക്സ് ഒക്കെ പറയുമല്ലോ, ഇങ്ങനത്തുള്ള എല്ലാവിധ ആണിൻ്റെ കോംപ്ലക്സുകളും അതും ഇതും എല്ലാം ഈ വടക്ക് നോക്കി യന്ത്രത്തിലും ചിന്താവിഷ്ടയ ശ്യാമളയിലും കീറി ഒട്ടിച്ചിട്ടുണ്ട്. സാമൂഹ്യ വിമർശനത്തെ ഹ്യൂമറിലൂടെ പറയുന്നത് ഒരു പാരമ്പര്യം നമുക്കുണ്ട്. കുഞ്ചൻ നമ്പ്യാരിലൂടെ ആണെങ്കിലും വീക്കെൻഡിലൂടെ ആണെങ്കിലും സഞ്ജയിലൂടെയൊക്കെ ആണെങ്കിലും ലിറ്ററേച്ചറിലും എല്ലാത്തിലും നമുക്കുണ്ട്. അതിൻ്റെ ഒരു മോഡേൺ സിനിമ വേർഷനാണ് ശ്രീനിവാസൻ സാർ. ഈസ് എ ലെജൻഡ്. ഓരോ വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്നതും അതും ഇങ്ങനെ സട്ടിലായിട്ടൊക്കെ ഹ്യൂമർ പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ ആ ഹ്യൂമർ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പട്ടണപ്രവേശത്തിനകത്ത് എല്ലാ സിനിമയും കഴിഞ്ഞിട്ട് ആ പക്ഷിശാസ്ത്രജ്ഞർ മടങ്ങുമ്പോൾ അവരെ ഒരു ടോക്കിന് ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ഉടനെ പറയുന്ന മറുപടി ഉണ്ട്, അക്രമം എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ അങ്ങനെ ഒരു ഹ്യൂമർ പറയാൻ അദ്ദേഹത്തിന് പറ്റുള്ളൂ എന്നുള്ളതാണ്. ഈ അസാധ്യ മനുഷ്യൻ. ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സെലിബ്രിറ്റി ഇൻ്റർവ്യൂ ഷോ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഞാനും അതിൻ്റെ അവതാരകനും പറയാറുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വന്ന ഗസ്റ്റുകൾ ഏറ്റവും വലിയ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് പേഴ്സൺ ശ്രീനിവാസൻ സാറായിരുന്നു. കാരണം അത്ര ഇൻ്റലിജൻ്റ് ആയ ഒരാൾക്ക് അത്ര നല്ല ഹ്യൂമർ പറയാൻ പറ്റും. സത്യമാണ്. ഞങ്ങൾ റീസെൻ്റ്ലി ഇരുന്നിട്ട് ഐ വർക്ക് വിത്ത് എ ബഞ്ച് ഓഫ് ജെൻ സി പീപ്പിൾ യുനോ. അപ്പോൾ അവർ പോലും ഇരുന്നിട്ട് ഡെയിലി ലൈഫിൽ അവരുടെ ലൈഫിൽ എത്രത്തോളം ശ്രീനിവാസൻ ഉണ്ടെന്ന് അവരുടെ വർക്ക് ബോഡി നോക്കുമ്പോഴാണ് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നത്. വാട്ട് എ ലോസ്. പലരും അറിയില്ല. അതാണ് നമ്മൾ ക്ലാസിക്കായി മാറുന്നതിൻ്റെ ലക്ഷണമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോലും അറിയാതെ അത് ഒരു തലമുറ ടേക്കപ്പ് ചെയ്യും. അവർക്ക് അറിയില്ല അത് എവിടെ നിന്നാണ്, പക്ഷേ അത് ഓൾറെഡി നോ ഇറ്റ്. അതെ. ഇനി ഗോയിങ് ബാക്ക് ടു യുവർ സിനിമാറ്റിക് ഇൻഫ്ലുവൻസസ്, ഒരു സിനിമ എന്ന് പറഞ്ഞൊരു മാധ്യമം ദിസ് ഇസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്, ഇതിലേക്ക് എത്തിപ്പെടണമെന്നൊക്കെ തോന്നുന്ന ഒരു ഇൻഫ്ലുവൻസസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? IFFK. ഓഫ് കോഴ്സ്. ആ സിനിമയെ പറ്റി പറഞ്ഞല്ലോ, അതൊരു ഫിലിം ഫെസ്റ്റിവലിൽ വന്നിട്ട് IFFKക്ക് വരുന്ന 2 ഡെലിഗേറ്റ്സിൻ്റെ പ്രണയമാണ് ആ സിനിമ. IFFK ആണ് മാറ്റിമറിച്ച്. IFFKക്ക് പോകുന്നു, അവിടെ നമ്മൾ ഇരിക്കുന്നു, അവിടെ നിന്ന് ഓരോരുത്തർ ഈ സിനിമയെക്കുറിച്ച് പറയുന്നു, പിന്നെ പോയി ക്യൂ നിൽക്കുന്നു, അവിടെ നിന്നാണ് ഓരോ പേരുകൾ, ഇറാനിയൻ സിനിമ, കൊറിയൻ സിനിമ, കിം കിഡുക്, ഇത് ഹെർസോഗ്. അമ്മേ, ഹെർസോഗിനെ കാണാൻ പറ്റുക നമ്മുടെ സിനിമ എക്സ്പോഷറിനെ മാറ്റിമറിച്ച, ഇൻഫ്ലുവൻസ് ചെയ്ത ഒന്ന് തന്നെയാണ് IFFK. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് IFFKയിലേക്ക് എൻ്റെ ഒരു സിനിമയായിട്ട് പോവുക എന്നുള്ളത്. അത് നിങ്ങൾ സാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല, അതിനുള്ള ഒരു പ്രതിഭ എനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിനുള്ള ആഗ്രഹം എനിക്കുണ്ട്. IFFK മലയാളത്തിൻ്റെ ഒരു സാംസ്കാരിക ചിഹ്നമാണ്. ഇങ്ങനെയും ജനങ്ങൾ സജീവമായി പങ്കെടുക്കുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ ലോകത്തുണ്ടോ എന്ന് സംശയമാണ്. കിം കിഡുക്ക് റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഓട്ടോ ചേട്ടൻ വണ്ടി നിർത്തി ഹലോ കിം കിഡുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് തിരുവനന്തപുരം IFFK സമയത്ത്. അതെ. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അപ്പോൾ ഈ വർഷത്തെ IFFK വരുന്നപ്പോഴേ അപ്പോൾ
ഇപ്പോൾ ഒരു 10-16 സിനിമകൾ സെൻസർ ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നു. ഇപ്പം അരുൺ എന്തോന്നു ഇത്ര ജനകീയമായി നടക്കുന്ന ഒരു മേളയ്ക്ക് അത്തരം സെൻസറിങ്ങുകൾ ആവശ്യമാണോ? ഞാൻ സെൻസറിങ്ങിന് തന്നെ എതിരാണ്. തീർച്ചയായിട്ടും സെൻസറിങ് ഒരു വായു മൂടിക്കെട്ടാനുള്ള ശ്രമമാണ്. വർത്തമാനകാല ഇന്ത്യയിൽ കൂടുതൽ ഭീകരമായ രീതിയിലാണ്. ഞാൻ സെൻസറിങ്ങിന് പൂർണ്ണമായിട്ട് എതിരാണ്. നമ്മൾ പറയേണ്ട വിഷയങ്ങൾ ആളുകൾ കാണുക തന്നെ വേണം. ലോകത്തിലെ വികസിത സമൂഹങ്ങൾ സെൻസറിങ്ങിലോട്ടല്ല പോകുന്നത്. നമ്മൾ സെൻസറിങ്ങിൻ്റെ ഏത് ദിശയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഭയത്തോടെ നോക്കിക്കാണുന്നു. എനിക്ക് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ഒരു ഫുൾ സ്ക്രീൻ ഫുൾ പ്രൊജക്ഷൻ അത് വൃത്തിയായിട്ട് കാണുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. അതിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിലൂടെ ഹെൽമെറ്റ് വെച്ച് വാഹനം ഓടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം പ്രശ്നമാണ്, പുകവലി പ്രശ്നമാണ്, മദ്യപാനം പ്രശ്നമാണ്. ഇറ്റ് ഡിസ്റ്റർബ്സ് മൈ വിഷ്വൽ എക്സ്പീരിയൻസ്. അത് അത്യാവശ്യമാണോ ഇവിടെ? എന്തൊരു ബോറാണ് സത്യത്തിൽ. നമ്മൾ ഇതുപോലെ തന്നെ അപകടമാണല്ലോ ശരിക്കും ഈ പഞ്ചസാര കഴിക്കുന്നത്. നാളെ നമ്മൾ അടുക്കളയിൽ പഞ്ചസാര കാണിക്കുമ്പോൾ ഷുഗർ മോശമാണ്. അതുപോലെ ദേഷ്യം BP കൂട്ടുന്നതാണ്. ദേഷ്യമാണ് ലോകത്ത് വലിയൊരു പ്രശ്നം. പിന്നെ ആർത്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഗ്രീഡാണല്ലോ ലോക യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഗ്രീഡ് പ്രശ്നമാണ്, ജാതിമത വിവേചനം പ്രശ്നമാണ്. ഇങ്ങനെ ലോകത്തുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പഠിപ്പിക്കേണ്ട ഒരു മറ്റേ മീഡിയ അല്ലല്ലോ സിനിമ. ഇത് പരമ ബോറാണ്. ഡു യു തിങ്ക് സിനിമ ക്യാരീസ് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എ സൊസൈറ്റി? യെസ്. സിനിമ അതിപ്പോൾ എല്ലാം ഉണ്ടല്ലോ. ഒരു അധിക ബാധ്യത സിനിമയ്ക്ക് തലയിലെടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റർബ് ചെയ്തിരിക്കുന്ന ഒരു സൊസൈറ്റിയെ കംഫർട്ട് ചെയ്യിക്കുന്നതും ആർട്ട് തന്നെയാണ്. നമ്മളൊരു തമാശ പറയുന്നതും ചിരിപ്പിക്കുന്നതും ഒക്കെ ഭയങ്കര ആർട്ട് തന്നെയാണ്. പിയാനിസ്റ്റിനകത്ത് ഞാൻ ഇടയ്ക്ക് കോട്ട് ചെയ്യാറുള്ളതാണ്. പിയാനിസ്റ്റ് സിനിമയ്ക്കകത്ത് നമ്മുടെ പിയാനിസ്റ്റ് വിപ്ലവകാരികളോട് പറയും, നിങ്ങൾ ഈ ഇതിനെതിരെ എന്തൊക്കെ ചെയ്യുന്നു, യുദ്ധം നയിക്കുന്നു, തോക്ക് കയ്യിലെടുക്കുന്നു, ജീവൻ പണയം വെച്ച് യുദ്ധം ചെയ്യുന്നു. ഞാനൊന്നും ചെയ്യുന്നില്ല, രാവിലെ റേഡിയോ പോയിട്ട് വെറുതെ പിയാനോ വായിക്കുകയാണ്. അപ്പോൾ വിപ്ലവകാരി പറയും, അയ്യോ അങ്ങനെ പറയരുത്, യുദ്ധം ചെയ്യാനായി ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കുന്നത് നിങ്ങളുടെ പിയാനോ ആണ്. അപ്പോൾ അതും ഭയങ്കര ആർട്ട് തന്നെയാണ്. ഹൃദയം നിറയ്ക്കുന്നതും കംഫർട്ടബിൾ ആക്കുന്നതും ഇറ്റ്സ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സിനിമയ്ക്കൊരു അധിക ഉത്തരവാദിത്വമൊന്നുമില്ല സമൂഹത്തെ നന്നാക്കേണ്ടത്. എല്ലാത്തിനും സമൂഹത്തോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. സമൂഹത്തെ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ നാടക സംഘത്തിന് 5th എസ്റ്റേറ്റ് എന്ന് പേരിട്ടത് ഡെമോക്രസിയുടെ 4 എസ്റ്റേറ്റ്സ് ഉണ്ടല്ലോ. 4th എസ്റ്റേറ്റ് മീഡിയ ആണ്. അതുപോലെ ഒരു 5th എസ്റ്റേറ്റ് ആണ് ആർട്ട് എന്നുള്ള അർത്ഥത്തിലാണ് പേരിട്ടത്. അല്ല, ഞാൻ ഇപ്പോൾ ഈ മീഡിയ ഈ സിനിമാക്കാർക്ക് അധിക ബാധ്യത വെച്ച് തരുന്നത് എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. നടന്മാരോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് നടൻ നല്ല ക്യാരക്ടർ നോക്കി അഭിനയിച്ചാൽ മതി, നല്ല സിനിമ എടുത്താൽ മതി. ആ സിനിമ അങ്ങനെ സാമൂഹ്യ മെസ്സേജ് ക്യാരി ചെയ്യണമെന്നൊന്നും ഒക്കെ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ അധിക ഭാരം സിനിമയ്ക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ വിമർശനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഫാർമയ്ക്കായാലും ഫൈനൽസിനായാലും എഴുതിയ സിനിമകൾക്കൊക്കെ അപ്രീസിയേഷനൊപ്പം വിമർശനങ്ങളുമുണ്ട്. പിന്നെ വിമർശനങ്ങൾ, റിവ്യൂകൾ, ഇതിനോടൊക്കെ ഉള്ളവരുടെ സമീപനം എങ്ങനെയാണ്? നമ്മളതൊന്ന് ഞാൻ ഒരു സിനിമാ വിദ്യാർത്ഥിയാണ്. ഞാനങ്ങനെ സിനിമ പഠിച്ച് ഞാനങ്ങനെ ഈ മീഡിയം പഠിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ ഇപ്പോൾ ചെയ്ത ഫാർമയേക്കാളും ബെറ്ററായിട്ടാണ് ഞാൻ അടുത്തത് ചെയ്തത് എന്ന് എനിക്ക് പറയാൻ പറ്റണം. ഇങ്ങനെ എനിക്ക് നന്നാക്കാൻ പറ്റും. ഒന്ന്, ഞാൻ ഈ ക്രാഫ്റ്റ് കൂടുതൽ പഠിക്കാൻ നമ്മൾ വിമർശനങ്ങൾ കേട്ടേ പറ്റും. അപ്പോൾ ഫാർമയെക്കുറിച്ച് വിമർശനങ്ങളുണ്ട്, ഫൈനൽസിനെ കുറിച്ച് വിമർശനങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധാപൂർവം ഈ വിമർശനങ്ങൾ വായിക്കാറുണ്ട്. അവരെന്താണ് വിമർശനം നടത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ പഠിക്കാൻ കൂടുതൽ ശ്രമിക്കുക. സിനിമ അൺകോൺഷ്യസ്ലിയാണ് മൈൻഡിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് ഈ വിമർശനം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചത് ഈ ഏരിയ വർക്കാവാഞ്ഞിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ആ ഏരിയ വർക്കാവാത്ത എന്തുകൊണ്ടാണ്? റൈറ്റിങ്ങിലാണോ, മേക്കിങ്ങിലാണോ, പ്രൊഡക്ഷൻ ഡിസൈനിലാണോ, എന്തിലാണെന്ന് ഞാൻ ആലോചിക്കാൻ ശ്രമിക്കും. കാരണം സിനിമ വർക്ക്സ് ഇൻ ആൻ അൺകോൺഷ്യസ് വേ. അപ്പോൾ ഉണ്ടാവുന്ന വിമർശനം എന്തുകൊണ്ടുണ്ടായി എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമ കാണുന്നു, അരുൺ ആ സിനിമ വർക്കായി. ഇപ്പോൾ ഞാൻ പല റിവ്യൂസും കാണുമ്പോൾ എനിക്കത് ഭയങ്കര ജെന്യൂനായിട്ട് തോന്നാറില്ല. ചില റിവ്യൂസ് കാണുമ്പോൾ അത് വർക്കായില്ല, ഇത് വർക്കായില്ല. എനിക്ക് അപ്പം ഞങ്ങൾ ചിലപ്പോൾ ഇരുന്ന് പറയും, കളക്റ്റീവായിട്ട് ഒരു സാധനം എടുത്ത് പറയേണ്ട രീതിക്ക് ഒരു റിവ്യൂ വരികയാണെങ്കിൽ എനിക്ക് ആ സിനിമ വർക്കായിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അരുൺ ഒരു സിനിമ കാണുമ്പോൾ അത് ഈ എലമെൻറ്റ്സ് സെപ്പറേറ്റ്ലി ശ്രദ്ധിക്കാറുണ്ടോ? ഓർ ജസ്റ്റ് ആ സിനിമ കാണുക, അതെനിക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോ, ഇത് 25 കോടിയിലെത്തുന്ന സിനിമയാണോ, അങ്ങനെയുള്ള വിമർശനങ്ങൾക്കൊന്നും ഞാൻ പോകാറില്ല. എനിക്ക് അറിവില്ല. ഞാൻ ഇപ്പോഴും IFFKയിൽ ക്യൂ നിൽക്കുന്ന സിനിമാ പ്രേമിയാണ്. എനിക്ക് ഇഷ്ടപ്പെടാനാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. ഞാൻ തിയേറ്ററിൽ ഇരിക്കുന്ന സത്യത്തിൽ ഈ സിനിമ എന്നെ ഇഷ്ടപ്പെടുത്തണേ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. ആ സിനിമ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോ അല്ലോ എന്ന് പോലും ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ്. പലപ്പോഴും പല റിവ്യൂസ് ഇപ്പോൾ ഈ സിനിമ ചെയ്തിട്ട് ഇത് ഇവർക്ക് ഇഷ്ടപ്പെടില്ല, അവർക്ക് ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള വിശകലനമാണ്. ഞാൻ സിനിമ ഇഷ്ടപ്പെടാനാണ് പോകുന്നത്. ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ട്. ഇഷ്ടപ്പെടാത്ത സിനിമയെ പറ്റി ഞാൻ മിണ്ടാതിരിക്കും. ഇഷ്ടപ്പെട്ട സിനിമയെ പറ്റി ഞാൻ എല്ലാവരോടും മിണ്ടും. അങ്ങനെയാണ്.
അപ്പോൾ ഇത് ഇപ്പോൾ ഒരു സിനിമ ഈ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ 2 ക്രിയേറ്റീവ് ബ്രെയിൻസ് ഉള്ളൊരു ആളുകളാണ്. ഇറ്റ്സ് എ കളക്റ്റീവ് എഫേർട്ട്. ക്രിയേറ്റീവ് കോൺഫ്ലിക്ട്സ് എപ്പോൾ വേണമെങ്കിലും വരാം. അതൊരു സാറ്റിസ്ഫാക്ടറി ആയ രീതിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയേക്കാം. ചില സ്ഥലത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്തേക്കാം. ഹൗ ഡു യു ഡീൽ വിത്ത് ക്രിയേറ്റീവ് കോൺഫ്ലിക്ട്സ്? ക്രിയേറ്റീവ് കോൺഫ്ലിക്ട്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളുടെ അടുത്ത് മുഖത്ത് നോക്കി എടാ എന്ത് അടയെന്ന് ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് തോന്നണം. അങ്ങനെ ആ തോന്നൽ ഇല്ലെങ്കിൽ ആളുകൾ വളരെ ഫിൽറ്റേഡ് ആയിട്ട് നമ്മളോട് ഫീഡ്ബാക്ക് പറയുള്ളൂ. അപ്പോൾ എൻ്റെ ടീമിലുള്ള എല്ലാവർക്കും എന്നെ എടാ പോടാ എന്ന് വിളിച്ച് തന്നെ എന്നോട് വിമർശനം പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ പറയാറുമുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കേണ്ടത് ഒരു ക്രിയേറ്ററുടെ വളരെ വലിയ ഉത്തരവാദിത്വമാണ്. എന്നാലേ ആളുകൾക്ക് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ എല്ലാവരും ആ കുഴപ്പമില്ല എന്ന വാക്കിലോട്ട് കടക്കും. ഏറ്റവും അപകടം പിടിച്ചൊരു വാക്കാണ് ഈ കുഴപ്പമില്ല. കുഴപ്പമില്ലതിൽ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ അതിൽ എവിടേക്കോ കുഴപ്പങ്ങളുണ്ട്, അത് പറയപ്പെട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരുടെ അടുത്ത് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഞാൻ സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട്. വേദനിപ്പിക്കാതെ ഞാൻ ഫീഡ്ബാക്ക് പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ റീസെൻ്റ്ലി ഇപ്പോൾ ഇഷ്ടപ്പെട്ട സിനിമകളെ പറ്റി സംസാരിക്കുമ്പോൾ മലയാളത്തിൽ നിന്ന് റീസെൻ്റ്ലി വളരെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? എക്കോ ബ്രില്യൻറ്റ് റൈറ്റിംഗ്, ബ്രില്യൻറ്റ് മേക്കിംഗ്, ക്യാമറ, എഡിറ്റിംഗ്, അവരൊക്കെ എനിക്ക് അറിയുന്നവരുമാണ്. സൂരജ് എഡിറ്റർ, അല്ലെങ്കിൽ ബാഹുൽ ഡയറക്ടർ, രഞ്ജിത്ത് ആക്ടേഴ്സ്. അതിഗംഭീരമായ സിനിമയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലോക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അരുൺ ഡൊമിനിക്കിൻ്റെ എത്ര വർഷത്തെ എഫേർട്ടാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ഹിറ്റാണ്. ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റ്. അതിൻ്റെ അകത്ത് ഇത്രയും വലിയ സൂപ്പർ താരങ്ങളുണ്ടായിട്ടും ആ പെൺകുട്ടിയെ ഏറ്റവും അവസാനം സ്റ്റണ്ടിൻ്റെ സമയത്ത് അവരല്ല വന്ന് രക്ഷിക്കുന്നത്, ആ പെൺകുട്ടി തന്നെയാണ് സ്റ്റണ്ട് നടത്തി അവരെ തോപ്പിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ്. മറ്റേത് ആ സൂപ്പർ താരമായിരിക്കും രക്ഷകനായിട്ട് വന്ന് സ്റ്റണ്ടിൽ വിജയിപ്പിക്കുക. അല്ല, നമ്മുടെ ഫീമെയിൽ സൂപ്പർ ഹീറോ തന്നെയാണ് സ്റ്റണ്ട് നടത്തി ജയിപ്പിച്ചത്. അതിന് മുമ്പത്തെ നമ്മുടെ ഇൻഡസ്ട്രി ഹിറ്റ് ഒരു 7 കുറച്ച് സുഹൃത്തുക്കൾ അവരുടെ കുഴിയിൽ വീണ സുഹൃത്തിനെ രക്ഷിക്കുന്നതാണ്. അതുപോലെ എനിക്ക് വിക്ടോറിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. വളരെ ലിമിറ്റഡ് സ്പേസിൽ, ലിമിറ്റഡ് ബജറ്റിൽ, ഭയങ്കര അതിൻ്റെ അകത്ത് ഒരു പുരുഷൻ്റെ പോലെ രൂപം കാണിക്കുന്നില്ല, ഒരു കോഴി മാത്രമാണ് ആ ബ്യൂട്ടി പാർലറിലുള്ളത്. ഇതൊക്കെ എനിക്ക് പല ആസ്പെക്റ്റുകളുടെ അടുത്ത് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഒരു സിനിമ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്, സിനിമകൾ പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഓരോ ആസ്പെക്റ്റുകൾ മനസ്സിലാക്കാൻ അരുണിൻ്റെ അടുത്ത് സിനിമകൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് സജസ്റ്റ് ചെയ്യുമായിരിക്കും? ഭയങ്കര പാടാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ഫിലിം ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഫിലിംസ് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് മേക്കേഴ്സിനെ സജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കെ ജി ജോർജ് സാറിനെ ഫോളോ ചെയ്യൂ. കെ ജി ജോർജ് സാറിൻ്റെ ഫിലിമോഗ്രഫി നോക്കൂ. ആദാമിൻ്റെ ഭാര്യയിൽ, ഇന്നും ഇന്ത്യൻ സിനിമയിലെ ഒരു ലാൻഡ്മാർക്ക് സിനിമയിൽ കോലങ്ങൾ, പഞ്ചവടിപ്പാലം, ഇന്നും നമുക്ക് ദുശാസനക്കുറിപ്പിനെ കാണാം പൊളിറ്റിക്സിൽ. ഇന്നും നമുക്ക് എക്സാമ്പിൾ പറയാം അതിനെ. അങ്ങനെ കെ ജി ജോർജ് എന്നുള്ള ലെജൻഡിൻ്റെ സിനിമകളെല്ലാം റെഫറൻസുകളാണ്, പഠിക്കേണ്ട സിനിമകളാണ്. യവനിക, എന്തൊക്കെ ഒരു ജോണർ ഡിഫറൻസ് ആണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഗ്ലോബലി ഞാൻ എമർ കസ്തൂർക്കയുടെ ഒരു വലിയ ഫാനാണ്, ഫെല്ലിനയുടെ വലിയ ഫാനാണ്. ഇവരുടെ സിനിമകൾ കാണാൻ പഠിക്കാൻ പറയാറുണ്ട്. ഭയങ്കര പാടാണ് നമുക്ക്. ഇത് പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഇന്നത് പഠിച്ചു എന്നുള്ളതല്ല, പക്ഷേ നമ്മളുടെ ഒരു ദൃശ്യ സംസ്കാരത്തെ ഒന്ന് പ്രോസസ്സ് ചെയ്യും. നമ്മൾ നല്ലൊരു ഫിലിം ലവറാക്കാൻ പ്രേരിപ്പിക്കും. ഫിലിം മേക്കർ ആവുക എന്ന് പറയുമ്പോഴേക്കും, അതൊരു ഡയറക്ടർ ആവുക എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് വേറെ കുറേ ഫാക്ടേഴ്സ് വരികയാണ്. നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഓണാക്കാൻ പറ്റണം, നമ്മുടെ സ്ക്രിപ്റ്റിന് ആവശ്യമായ ബജറ്റ് കിട്ടണം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ ഈ മാസ്റ്റേഴ്സിൻ്റെയൊക്കെ സിനിമ കാണുന്നത് ഒരുപാട് നമ്മുടെ തന്നെ ടേസ്റ്റ് പ്രോസസ്സ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം മലയാളം ഇൻഡസ്ട്രി നാഷണൽ ലെവലിൽ ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരു സമയമാണ് ആഫ്റ്റർ OTT പരിപാടി കാര്യങ്ങളെല്ലാം. എന്നിരുന്നാൽ പോലും നമ്മൾ ലിസ്റ്റ് നോക്കുമ്പോൾ ഇതൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് പരിപാടിയാണ്, അല്ലെങ്കിൽ ഹൈ റിസ്ക് നോ റിവാർഡ് പരിപാടിയാണ്. അതായത് 100 ചില്ലുവാനും സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഒരു വർഷം. അതിൽ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഓർത്തിരിക്കുന്നത് 10ഓളം സിനിമ, 10, 15, അങ്ങേറ്റം പോയാൽ 20 സിനിമകൾ. അപ്പം ബാക്കിയുള്ള ഒരു 100ഓളം ചിത്രങ്ങൾ ഇതിലെടുക്കുന്ന എഫേർട്ടുണ്ട്, ഇതിന് പോകുന്ന പണമുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഇൻഫ്യൂഷൻ ഒരു കുറവുമില്ല. എല്ലാ വർഷവും ഇത്രത്തോളം സിനിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സോ വാട്ട് ഡു യു തിങ്ക് ഇത്രയും പേര് ഇതിലോട്ട് അട്രാക്ട് ചെയ്യുന്നൊരു ഫാക്ടർ എന്തായിരിക്കും? ഫെയിം, മണി എന്നതിനൊക്കെ പുറമേ നമ്മൾ ആ സിനിമയോടുള്ളൊരു പാഷനും ആ സിനിമയിലൂടെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ആഗ്രഹം തന്നെയായിരിക്കും. പിന്നെ പരാജയം ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്ന എംപ്റ്റിയുടെ ഒരു വാചകമുണ്ട്, പരാജയം ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അതെ, പതനം നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിസ്ക് ഭയങ്കരമാണ്. വീണ് കഴിഞ്ഞാൽ ഭയങ്കര ചർച്ചയാണ്. അയ്യോ അത് ഇതായി അതായി. പരാജയപ്പെട്ടവർക്ക് അറിയാം അത് പരാജയമാണെന്ന്, പക്ഷെ ബാക്കിയുള്ളവർ ഓരോ ദിവസവും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും.
അത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. പക്ഷേ ആ ഒരു ചെറിയ ശതമാനത്തിലേക്ക് എത്താനാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ IFFK പോകുമ്പോൾ നമുക്ക് എല്ലാ ടേബിളിലും മിനിമം 4 സ്ക്രിപ്റ്റാണ്. ഒരു ഭക്ഷണം കഴിക്കാൻ പോയാൽ തമ്പാനൂർ ഒരു റെസ്റ്റോറൻറ്റ് കയറി എല്ലാ ടേബിളിലും 4 സ്ക്രിപ്റ്റാണ്. ഓരോരുത്തരുടെയും സ്വപ്നം അതാണ്. പക്ഷെ നമ്മളിത് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ ജീവിതത്തിൽ വന്നു പോയാലും സംഭവിച്ചാലും വീണ്ടും 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 നമ്മുടെ സ്ക്രിപ്റ്റ് ഇങ്ങനെ മുറുക്കെ പിടിച്ചിരുന്ന എന്നല്ലെങ്കിൽ നാളെ അത് സിനിമയാവും. ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക് വളരെ പ്രചോദനം നൽകുന്ന വാക്കുകളാണ്. കാരണം പലപ്പോഴും സ്വപ്നം പകുതി വഴിയിൽ ഉപേക്ഷിച്ചവരാണ് കൂടുതലും ഉള്ളത്, എനിക്ക് പരിചയമുള്ളവരടക്കം. കാരണം ഞാനും ഈ പറഞ്ഞ പോലെ IFFK സിനിമ തിരുവനന്തപുരത്ത് മീഡിയ പഠനമൊക്കെ ആയിട്ട് നടന്ന് വിജയിച്ചല്ലേ മുന്നോട്ട് പോയ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അപ്പോൾ അരുണിൻ്റെ വാക്കുകൾ വളരെ 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 ഇൻസ്പയറിംഗ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ചാറ്റിംഗ് വിത്ത് അസ് ടുഡേ. അപ്പോൾ അവസാനം അടുത്ത പ്രോജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് അടുത്ത ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്യാൻ പോകുന്ന സോണി ലിവിന് വേണ്ടി ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അൺഫെയർ എന്നാണ് പേര്. അതൊരു ബ്യൂട്ടി പേജൻ ഇൻഡസ്ട്രിയുടെ ബാക്ക്ഡ്രോപ്പിലുള്ള സ്റ്റോറിയാണ്. ഫീൽ ഗുഡ് പരിപാടിയാണ്. വളരെ കളർഫുള്ളായ ഡിഫറെൻറ്റ് ലുക്ക് ആൻഡ് ഫീൽ ഉള്ളതാണ്. അത് കഴിഞ്ഞൊരു ചെറിയ സിനിമയിലേക്ക് കിടക്കുന്നു. ഒപ്പം നാടകങ്ങളുണ്ട്. ഓക്കെ, എല്ലാം ഉഷാറായിട്ട് നടക്കട്ടെ. താങ്ക് യു സോ മച്ച് അരുൺ. താങ്ക് യു സോ മച്ച് ഫോർ ചാറ്റിംഗ് വിത്ത് us. താങ്ക് യു സോ മച്ച്. താങ്ക് യു.